2024 JEE എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ അഡ്മിറ്റ് കാർഡ് റിലീസായിരിക്കുന്നത് 24-ാം തീയതി, ജനുവരി 24-ാം തീയതി എക്സാമുള്ള കുട്ടികൾക്ക് മാത്രമാണ്. അതായത് BRക്ക് ബി പ്ലാനിങ് എക്സാമുള്ള കുട്ടികൾക്ക് മാത്രമാണ്. 27-ാം തീയതി തുടങ്ങി BTechൻ്റെ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടില്ല. അത് റിലീസാവുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ ഇടാം. ഇപ്പം നിലവിൽ 24-ാം തീയതി എക്സാമുള്ളവരുടേതാണ് അഡ്മിറ്റ് കാർഡ്. ഇനി 27 തുടങ്ങി അഡ്മിറ്റ് കാർഡ് വരുമ്പോഴും ഇൻസ്ട്രക്ഷൻസ് സെയിം തന്നെയാണ്. എല്ലാവരുടെയും ഇൻസ്ട്രക്ഷൻസ് സെയിം ആണ്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടാണ് ഈ വീഡിയോ. അതിലിപ്പം നിലവിൽ ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ BRക്ക് ബി പ്ലാനിങ്ങുകാരാണ്. മറ്റുള്ളവരുടെ അഡ്മിറ്റ് കാർഡ് വരുന്ന മുറയ്ക്ക് നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതിയാവും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് jemain.nta.ac.in എന്നുള്ള സൈറ്റിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഈ അഡ്മിറ്റ് കാർഡിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും പറയാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു 27-ാം തീയതി തുടങ്ങി എക്സാമുള്ള BTech കുട്ടികളുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടില്ല. ഇപ്പോൾ BRക്കും ബി പ്ലാനിങ്ങും മാത്രമാണ്. ഇനി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുക്കുമ്പോൾ അതിന് 4 പേജസാണ്. അതിൽ മെയിൻ ഫസ്റ്റ് പേജാണ് അതിനകത്തെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് പേജ് മാത്രം ക്യാരി ചെയ്താൽ മതി. സെക്കൻഡ് പേജും തേർഡ് പേജും ഒക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഫോർത്ത് പേജ് ഒരു അണ്ടർടേക്കിംഗ് ആണ്. അതായത് അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് വെരിഫൈഡ് അല്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ ആധാർ കാർഡ് കറക്റ്റ് ചെയ്യാത്ത കുട്ടികൾ അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും കോമൺ ഈ ഫസ്റ്റ് പേജ് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുക്കുമ്പോൾ അതിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, അതേപോലെ കുട്ടികളുടെ കാൻഡിഡേറ്റ് നെയിം ഉണ്ടാവും, ജെൻഡർ, കാറ്റഗറി ഒക്കെ ഉണ്ടാവും. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും ഫാദറിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇതാണ് ഫസ്റ്റ് പേജിൻ്റെ തുടക്കം. ഫസ്റ്റ് പേജ് മുഴുവനായില്ല, തുടക്കം. റൈറ്റ് സൈഡിൽ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും ഉണ്ടാവും. അതിൻ്റെ താഴെ നിങ്ങളുടെ സിഗ്നേച്ചറും കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ താഴേക്ക് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ അതിൻ്റെ ആ ഫോട്ടോഗ്രാഫിൻ്റെ താഴെ നോക്കിയാൽ കാണാം നിങ്ങൾ എന്തിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അതേപോലെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, എന്നാണ് എക്സാം എന്നും ഏത് ഷിഫ്റ്റിലാണെന്നും അതേപോലെ എക്സാമിൻ്റെ ടൈമിംഗ് എപ്പോഴാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം 3 തുടങ്ങി 6 വരെ 3 മണിക്കൂറാണ് എക്സാം. അപ്പോൾ അതിൽ റിപ്പോർട്ടിംഗ് ടൈം നോക്കുക. നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ 3 മണിക്ക് എക്സാമുള്ള കുട്ടിക്ക് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് 1:20 തുടങ്ങി 2:30 വരെയുള്ള സമയത്താണ്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ. ഇനി 2:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. ഈ 2:30 മുമ്പ് ചെല്ലണം. അപ്പോൾ 3 മണിക്കാണ് എക്സാം എന്ന് കരുതി കൃത്യം 3 മണിയാകുമ്പോൾ എത്താൻ നിൽക്കരുത്. ആ ഷിഫ്റ്റിന് പറഞ്ഞിരിക്കുന്ന ഗേറ്റ് ക്ലോസിങ് ടൈമിന് മുമ്പ് അവിടെ എത്തിയിരിക്കണം. അതായത് സേഫ് ഇതാണ്, ഈ റിപ്പോർട്ടിംഗ് ടൈമിനുള്ളിൽ നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്യണം. കാരണം ഇതിനൊരു ഫ്രിസ്കിംഗ് പ്രോസസ്സുണ്ട്. അപ്പോൾ ഫ്രിസ്കിംഗ് പ്രോസസ്സൊക്കെ ഉള്ളത് കൊണ്ട് അതിന് സമയമെടുക്കുന്നത് കൊണ്ട് നിങ്ങൾ മുമ്പ് തന്നെ ചെല്ലണം. സമയത്ത് ഓടിയെത്താൻ നിൽക്കരുത്. അത് നിങ്ങളെ പിന്നീട് എക്സാമിന് കയറ്റാത്ത ഒരു സീനിലേക്ക് വരും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ടെസ്റ്റ് കോഡ്, സെൻറ്റർ കോഡും നെയിമും അതേപോലെ അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഇനി ആ ഫസ്റ്റ് പേജിൻ്റെ താഴേക്ക് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. ഈ സെൽഫ് ഡിക്ലറേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ ആ പേജ് 2, പേജ് 3 ഒക്കെ വായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവാൻ വേണ്ടി. അതേപോലെ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പേസ്റ്റ് ചെയ്തിട്ട് പോകണം. ഏത് ഫോട്ടോ ആണെന്ന് ചോദിച്ചാൽ മുമ്പ് നമ്മൾ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ടോപ്പിൽ റൈറ്റ് സൈഡിൽ കണ്ട ഫോട്ടോ ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ സ്കാൻ ചെയ്ത് വന്നിരിക്കുന്ന, പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന അതേ ഫോട്ടോഗ്രാഫ് തന്നെയായിരിക്കണം. അത് വേണം ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ചിലർക്ക് ആ ഫോട്ടോ അവിടെ പേസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഇല്ല എന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇതിനോട് ചേർത്ത് തന്നെ ഈ ബോക്സിൻ്റെ ഏറ്റവും താഴെ തന്നെ ചേർത്ത് ഇങ്ങനെ ഫോട്ടോ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഈ ഫില്ല് ചെയ്യാനുള്ള സ്പേസ് മാത്രം ഒന്ന് ലീവ് ആക്കിയിട്ട് കുറച്ച് താഴേക്ക്, ഇനി ഇത് കുറച്ച് താഴേക്ക് ഇറങ്ങിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ കൊള്ളുന്ന രീതിയിൽ, അതായത് ആ ബോക്സിൽ കൊള്ളണമെന്നല്ല, ഈ മേലെയുള്ള നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പേരും ഡീറ്റെയിലും ഒക്കെ മറയാത്ത രീതിയിൽ കുറച്ച് താഴേക്കാക്കി നിങ്ങൾക്കത് പ്രിൻ്റ് ചെയ്യാം. അതുപോലെ ഈ സൈഡിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഓക്കെ, ഇടത് കൈയുടെ തള്ളവിരലിൻ്റെ ഇംപ്രഷൻ എടുക്കണം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഇവിടെ എടുക്കണം. ഇത് രണ്ടും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. എക്സാം സെൻറ്ററിൽ എത്തിയിട്ടല്ല, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. ഇനി ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടേണ്ടതാണ്. ഇത് നിങ്ങൾ ഇടരുത്. ഇത് എപ്പോഴാണ് ഇടേണ്ടത്? ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ് ഇടേണ്ടത്. അപ്പോൾ ആദ്യത്തെ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോകാം. പക്ഷേ മൂന്നാമത് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുന്ന സ്ഥലം നിങ്ങൾ ഫില്ല് ചെയ്യരുത്. എക്സാം സെൻറ്ററിൽ ചെന്നിട്ടേ ചെയ്യാവൂ. ഇനി കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടാവും, അത് കളർ പ്രിൻ്റ് ഔട്ട് തന്നെ വേണോ അഡ്മിറ്റ് കാർഡ്?
കളർ പ്രിൻ്റ് ഔട്ടാണ് സാധാരണ എല്ലായിടത്തും പ്രിഫറബിൾ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, പ്രിഫറബിൾ എന്നാണ് പറയുന്നത്. നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തതുകൊണ്ട് നിങ്ങളെ കയറ്റാതിരിക്കുകയൊന്നുമില്ല. പക്ഷേ എപ്പോഴും സേഫ്, നമുക്കൊരു കോൺഫിഡൻസിൽ പോകാൻ ഏറ്റവും നല്ലത് നിങ്ങൾ കളർ തന്നെ എടുത്തിട്ട് പോവുക. അപ്പോൾ മറ്റ് ഇഷ്യൂസോ ചോദ്യങ്ങളോ ഉണ്ടാവില്ല. ഇനി അഡ്മിറ്റ് കാർഡിൻ്റെ സെക്കൻഡ് പേജിൽ കാൻഡിഡേറ്റിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ എത്തണം, അഡ്മിറ്റ് കാർഡ് കയ്യിലുണ്ടാവണം, അതേപോലെ നിങ്ങൾ മാൽ പ്രാക്ടീസ് കോപ്പി അടിക്കുന്ന പോലെയുള്ള പരിപാടികൾ ചെയ്യരുത്, അതേപോലെ ഗേറ്റ് ക്ലോസിങ്ങിന് മുമ്പ് എത്തണം, എക്സാം കഴിയാതെ നിങ്ങളെ പുറത്തു വിടില്ല, എക്സാം തുടങ്ങിയാൽ നിങ്ങളെ അകത്ത് കയറ്റില്ല, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതൊക്കെ നമുക്ക് ജനറലി അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ ചെല്ലുക, എക്സാം കഴിഞ്ഞിട്ട് മാത്രമേ പുറത്തു വിടൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 4 പേജസ് ആണെന്ന് പറഞ്ഞു. അതിൽ ഡിക്ലറേഷൻ ഉൾപ്പെടെ നിങ്ങൾ ആ ഫസ്റ്റ് പേജ് മാത്രം എടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കസ്റ്റം ഡ്രസ്സ്, മതപരമായ ഡ്രസ്സ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ആ റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ തുടക്കത്തിൽ തന്നെ ചെല്ലാൻ ശ്രദ്ധിക്കുക. റിപ്പോർട്ടിംഗ് ടൈമിൽ ചെന്നാൽ മതി, പക്ഷേ അപ്പോൾ 1:30 to 2:30 റിപ്പോർട്ടിംഗ് ടൈമെങ്കിൽ ഒരു 1:30 തന്നെ എത്താൻ ശ്രദ്ധിക്കുക, കാരണം ഈ ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കുക, ഈ എക്സാം ഹോളിലേക്ക് ആരെ പെർമിറ്റ് ചെയ്യില്ല? അഡ്മിറ്റ് കാർഡ് ഇല്ലാത്ത, വിതൗട്ട് അഡ്മിറ്റ് കാർഡ് നിർബന്ധമാണ്, വാലിഡ് ID പ്രൂഫ് നിർബന്ധമാണ്, ഫ്രിസ്കിംഗ് പ്രോസസ്സ് നിർബന്ധമാണ്. നിങ്ങളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം, ID പ്രൂഫ് ഉണ്ടാവണം, പിന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ടേ ഉള്ളിലേക്ക് വിടൂ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെ നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകാമെന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സാം സെൻറ്ററിലേക്ക് നിങ്ങളെ പെർമിറ്റ് ചെയ്യുക എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ. നിങ്ങൾക്കൊരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതായത് നിങ്ങളൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ട് അതിൻ്റെ സ്റ്റിക്കർ അങ്ങ് ഒഴിവാക്കിയാൽ മതി. അതേപോലെ സിമ്പിൾ ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിൻറ്റ് പെന്ന്, ഒരു പെന്ന് കൊണ്ടുപോകണം. അത് എങ്ങനെയുള്ള പെന്നായിരിക്കണം? ട്രാൻസ്പെറൻറ്റ്, ഒരു ഗ്ലാസ് ടൈപ്പ് പെന്നായിരിക്കണം. ദെൻ അഡ്മിറ്റ് കാർഡ് ഒരു A4 ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്തെടുത്താൽ, കളറാണെങ്കിൽ പ്രിഫറബിൾ എന്നേ ഉള്ളൂ. ഇത് നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യുക, ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക. നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന കോപ്പി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല. റീസൺ എന്താണ്? ഈ അഡ്മിറ്റ് കാർഡ് അവർ വാങ്ങി വെക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിന്നെ അഡ്മിറ്റ് കാർഡ് ഇല്ല. പിന്നെ റിസൾട്ട് വരുമ്പോഴും പിന്നീട് അലോട്ട്മെൻറ്റിൻ്റെ സമയത്തുമൊക്കെ നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ വീട്ടിലുണ്ടാവണം. അപ്പോൾ ഈ വീട്ടിൽ വെക്കുന്ന കോപ്പിയിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫ് പേസ്റ്റ് ചെയ്യണമെന്നില്ല, തമ്പ് ഇംപ്രഷൻ വെക്കണമെന്നില്ല. അതൊക്കെ നമുക്ക് പിന്നീടും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ജസ്റ്റ് ഈ അഡ്മിറ്റ് കാർഡ് എടുത്ത പുറകെ തന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ആ കോപ്പി വീട്ടിൽ വയ്ക്കുക. രണ്ടാമത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതിൽ മാത്രം ഫോട്ടോ പേസ്റ്റ് ചെയ്യുക, തമ്പ് ഇംപ്രഷൻ എടുക്കുക, എന്നിട്ട് എക്സാം ഹോളിൽ കൊണ്ടുപോവുക. വീട്ടിൽ വെക്കുന്ന കോപ്പിയിൽ അതൊന്നും വേണ്ട, പക്ഷെ ഒരു കോപ്പി എടുത്ത് വയ്ക്കുക. ദെൻ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോകണം, മറക്കരുത്. ദെൻ വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകാം? 5 കാര്യങ്ങളാണ്. 1, ഒരു വാട്ടർ ബോട്ടിൽ. 2, ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിൻറ്റ് പെന്ന്. 3, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. 4, ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 5, ഒരു വാലിഡ് ID പ്രൂഫ് വിത്ത് ഫോട്ടോ, അതായത് ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫ്. അപ്പോൾ ഏത് ID പ്രൂഫാണെന്നൊരു ചോദ്യം ഉണ്ടാവും. ആ ID പ്രൂഫ് ഏതാണെന്ന് ചോദിച്ചാൽ വാലിഡ് ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം, നോട്ട് എക്സ്പയർഡ് ആയിരിക്കരുത്, ഇപ്പോൾ വാലിഡ് ആയിരിക്കണം എന്നുള്ള അർത്ഥം. അപ്പോൾ ഒറിജിനൽ ആയിരിക്കുന്ന, വാലിഡ് ആയിരിക്കുന്ന ഒരു ID പ്രൂഫ്. അതെന്തൊക്കെ കൊണ്ടുപോകാം? നിങ്ങൾക്കൊരു സ്കൂൾ ഐഡൻറ്റി കാർഡ് കൊണ്ടുപോകാം, പാൻ കാർഡ് കൊണ്ടുപോകാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, വോട്ടേഴ്സ് ID കൊണ്ടുപോകാം, പാസ്പോർട്ട് കൊണ്ടുപോകാം, ആധാർ കാർഡ് കൊണ്ടുപോകാം, വിത്ത് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ആധാർ വിത്ത് ഫോട്ടോഗ്രാഫ് ആവാം, റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ് ആവാം, ക്ലാസ് 12ൻ്റെ അഡ്മിറ്റ് കാർഡ്, എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ആവാം, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ആവാം. ഇതൊക്കെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഫോട്ടോ കോപ്പീസോ അല്ലെങ്കിൽ അറ്റസ്റ്റഡ് കോപ്പീസോ സ്കാൻഡ് ഫോട്ടോസ്, സ്കാൻ ചെയ്ത കോപ്പിയോ അല്ലെങ്കിൽ മൊബൈലിൽ കാണിക്കുന്നോ ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല, ഇതൊന്നും പാടില്ല. അതായത് ഫോട്ടോസ്റ്റാറ്റ്, അറ്റസ്റ്റഡ് കോപ്പി, ഫോണിൽ കാണിക്കുക, ഇതൊന്നും പറ്റില്ല. ഇതിൻ്റെ ഒരു ഒറിജിനൽ വാലിഡ് ID പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. ക്ലിയറല്ലേ? കോപ്പി എടുത്തിട്ട് പോകരുത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം. അതാണ് ഒറിജിനൽ വാലിഡ് പ്രൂഫ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ BARC എക്സാം ഉള്ളതിൽ ഡ്രോയിങ് ടെസ്റ്റ് ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ട ജോമെട്രി ബോക്സും പെൻസിലും ഇറേസറും കളർ പെൻസിലും ക്രയോണും ഒക്കെ കൊണ്ടുപോകണം. വാട്ടർ കളർ പെർമിറ്റ് ചെയ്യില്ല, അതും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ്, വാച്ച് അങ്ങനെയുള്ളതൊന്നും പെർമിറ്റ് ചെയ്യില്ല. മൊബൈൽ ഫോണ് അല്ലെങ്കിൽ വാച്ച് അങ്ങനെയുള്ള ഒരു സാധനവും എക്സാം ഹോളിൽ പെർമിറ്റ് ചെയ്യില്ല, അതും ശ്രദ്ധിക്കുക. അതേപോലെ ഷൂസ്, കട്ടിയുള്ള ഹീലുള്ള ഫുട്വെയർസ്, അതേപോലെ ഒരുപാട് ഫോൾഡിംഗ് ഉള്ള ഗാർമെൻറ്റുകൾ, വലിയ ബട്ടണുള്ള ഗാർമെൻറ്റുകൾ, ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഡ്രസ് കോഡ് നീറ്റിൻ്റെ അത്രയും സ്ട്രിക്റ്റ് അല്ലെങ്കിലും ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ടൈപ്പ് ഡ്രസ്സ് ഉപയോഗിക്കുക. ഡിവൈസുകൾ, മൊബൈൽ, ഇതൊന്നും അതിനുള്ളിൽ പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ബ്രേക്ക് എടുത്താൽ വീണ്ടും നിങ്ങൾക്ക്
ഈ ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും. നിങ്ങൾ വൺസ് എക്സാം ഹോളിൽ നിന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പുറത്തേക്ക് പോയാൽ തിരിച്ചു വരുമ്പോഴും ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അതും ശ്രദ്ധിക്കുക. അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പോവാം, അത് പെർമിറ്റഡ് ആണ്. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഒരിക്കൽ കൂടി ഫ്രിസ്കിംഗ് ഉണ്ടാവും എന്ന് മാത്രം. അതേപോലെ ബ്ലാങ്ക് പേപ്പർ, റഫ് വർക്ക് ചെയ്യാനുള്ള ബ്ലാങ്ക് പേപ്പർ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് തന്നെ തരും. നിങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല, അത് എക്സാം ഹാളിൽ നിന്ന് തരും. ഇനി അതിൻ്റെ ടോപ്പിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേരും റോൾ നമ്പറും ഓരോ ഷീറ്റിൻ്റെയും മേലെ എഴുതണം. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഷീറ്റിൻ്റെയും മേലെ എഴുതണം. അത് കഴിഞ്ഞ് എക്സാം കഴിയുമ്പോൾ അത് അവിടുത്തെ ഡ്രോപ്പ് ബോക്സിൽ ഇടുകയും വേണം. നിങ്ങൾക്ക് വെളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഈ റഫ് വർക്ക് ചെയ്ത പേപ്പറും അവിടെ തന്നെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവരുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും അവിടെ ഏൽപ്പിച്ചിട്ടേ പോരാൻ പറ്റുള്ളൂ. നിങ്ങൾ കൊണ്ടുപോയ അഡ്മിറ്റ് കാർഡും അവർ വാങ്ങിവെക്കും. നിങ്ങളുടെ റഫ് വർക്ക് ചെയ്ത പേപ്പറും അവർ വാങ്ങിവെക്കും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കോപ്പി നമ്മൾ വീട്ടിൽ വെച്ചിട്ടേ പോകാവൂ. അപ്പോൾ മെയിൻ പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളുടെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതൊക്കെ എല്ലാ എക്സാമിനും ഉള്ളത് തന്നെ. ടെൻഷൻ ആവേണ്ട കാര്യങ്ങളതില്ല. നമ്മൾ സാധാരണ ഒരു എക്സാമിന് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ തന്നെ ബാക്കിയും പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഡ്യൂറേഷൻ നോക്കുക. ബി.ടെക് കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതിൽ ഓരോന്നിലും 2 സെക്ഷനായിട്ടാണ്. ഫിസിക്സിന് സെക്ഷൻ എയിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, സെക്ഷൻ ബിയിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ കെമിസ്ട്രിക്കും 20ഉം 10ഉമാണ്, മാത്സിനും 20ഉം 10ഉമാണ്. ഇതിൽ സെക്ഷൻ ബി എന്ന് പറയുന്നതിൽ 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾ 5 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഈ 5 ക്വസ്റ്റ്യനും നിങ്ങൾ വിർച്വൽ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, മൗസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ന്യൂമറിക്സ് ആണ്. അതുകൊണ്ട് മറ്റേത് ആദ്യത്തെ സെക്ഷൻ എയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ആണെങ്കിൽ സെക്ഷൻ ബിയിൽ നിങ്ങൾ ഇൻപുട്ട് കൊടുക്കേണ്ട ആൻസറുകളാണ്. അത് ഈ 3 സെഷനിലും സെഷൻ എ, സെഷൻ ബി എന്നുണ്ടാവും. അത് ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സമയം ദീർഘിപ്പിക്കുന്നില്ല. അതുപോലെ BR മാത്രം എഴുതുന്നവർക്ക് മാത്സ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡ്രോയിങ് ടെസ്റ്റ്, ഇതിൽ 3 മണിക്കൂറാണ് സാധാരണ കുട്ടികൾക്ക്. ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 4 മണിക്കൂറാണ്. അതേപോലെ പേപ്പർ 2B, അതായത് ബി പ്ലാനിങ്ങിലാണെങ്കിൽ മാത്സ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡ്രോയിങ്ങിന് പകരം ഇവിടെ പ്ലാനിങ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. അത് 3 മണിക്കൂറാണ് സമയം. ഇനി പേപ്പർ 2A BRക്കും ബി പ്ലാനിങ്ങും ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. അവർക്ക് മാത്സ് ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഡ്രോയിങ് ടെസ്റ്റ് ഉണ്ടാവും, ബി പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ക്വസ്റ്റനും ഉണ്ടാവും. അവർക്കൊരു 1/2 മണിക്കൂർ അഡീഷണൽ വരുന്നുണ്ട്. കാരണം രണ്ടും കൂടെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അഡീഷണലി ഒരു പേപ്പർ വരുന്നത് കൊണ്ട് 3.5 മണിക്കൂറാണ് അവരുടെ സമയം. ബാക്കി എക്സാമിൻ്റെ പാറ്റേണും ഡീറ്റെയിലും ഒക്കെ ആദ്യ വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ശ്രദ്ധിക്കാം. നിങ്ങൾക്കിത് അതിനെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ സമയം കളയേണ്ടതില്ല. നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ആവാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.